ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക വാർത്താ സമ്മേളനം ഉടൻ. ബി.ജെ.പിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. വിനിത വിജി വിവരങ്ങളുമായി ചേരുന്നു. വിനിത, വോട്ട് ചോരി ഫാക്ടറി, ദ ഡിലീറ്റഡ് ഫയൽസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് AICC ആ വാർത്താ സമ്മേളനത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് വോട്ട് ചോരിയുടെ തുടർച്ചയിലുള്ള വാർത്താ സമ്മേളനമാണെന്ന് ഉറപ്പിക്കാം. കാരണം നമ്മൾ ഈ കാണുന്ന സെറ്റപ്പുകൾ ആദ്യത്തെ ആറ്റം ബോംബ് വാർത്താ സമ്മേളനത്തിനെ പോലെ തന്നെ അതിന് സമാനമാണ്. ഈ പറയുന്ന രീതിയിലുള്ള സ്ക്രീന്, ആ പോഡിയം ഒക്കെ. വിനീത, തീർച്ചയായും ഹാഷ്മി, അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ആരംഭിക്കും. അല്പസമയത്തിനകം അദ്ദേഹം ഈ കാണുന്ന ഈ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആദ്യം 10 മണിയോടുകൂടിയാണ് വാർത്താ സമ്മേളനം ഉണ്ടായിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു 15 മിനിറ്റ് കൂടി അത് നീളുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ കാണുന്ന വാതിലിലൂടെ രാഹുൽ ഗാന്ധി ഇവിടേക്ക് ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരും. അതിന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നടത്തുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഡിജിറ്റൽ പ്രസന്റേഷൻ ഉണ്ടാകും. നേരത്തെ തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ ആറ്റം ബോംബുമായി ബന്ധപ്പെട്ട ഈ ആറ്റം ബോംബ് പൊട്ടിക്കുമെന്നൊക്കെ അദ്ദേഹം എന്ന് പറയുകയും പിന്നീട് ഈ മഹാരാഷ്ട്ര ഒപ്പം തന്നെ കർണാടക മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമക്കേടുകൾ അദ്ദേഹം പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സമാനമായിട്ടുള്ള രീതിയിൽ ഡിജിറ്റൽ പ്രസന്റേഷൻ അടക്കം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നും സമാനമായിട്ടുള്ളൊരു പ്രസ് മീറ്റ് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇന്ദിരാഭവനിലാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ ഓഡിറ്റോറിയമാണ്, ഈ വേദിയാണ്. അവിടെ രാഹുൽ ഗാന്ധിക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളടക്കം രാവിലെയോടുകൂടി തന്നെ ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളും രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ വേദിയാണ്. ഇവിടെയാണ് രാഹുൽ ഗാന്ധി എത്തുക. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ എതിരെ തന്റെ പക്കൽ ഒരു ഹൈഡ്രജൻ ബോംബ് ഉണ്ട് എന്നും അത് താൻ ഉടനെ തന്നെ പൊട്ടിക്കുമെന്നും അതിന്റെ പണിപ്പുരയിലാണ് താനെന്നും നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഈ വോട്ടറധികാർ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബീഹാറിലേക്ക് എത്തിയിരുന്നു. ആ യാത്ര അവസാന സമ്മേളനത്തിലാണ് അദ്ദേഹം അത്തരത്തിലേക്കൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക വാർത്താ സമ്മേളനമാണ് ഇന്ന് ഇപ്പോൾ രാവിലെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഹൈഡ്രജൻ ബോംബ് തന്നെയാണോ അദ്ദേഹം പൊട്ടിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു കൗതുകം തന്നെയാണുള്ളത്. ഏതാണെങ്കിലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന തന്നെ അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരും. ഇതാണെങ്കിലും BJPക്കും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെയുള്ള രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ, വിമർശനങ്ങളൊക്കെ ഉണ്ടാകും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ എന്താണ് പുതിയ വെളിപ്പെടുത്തൽ എന്നാണ് ആകാംക്ഷ? അത് വാരണാസിയാണെന്ന് കേൾക്കുന്നുണ്ട്. ഗുജറാത്തിലെ ചില മണ്ഡലങ്ങളിലെ ഈ പറയുന്ന രീതിയിലുള്ള ക്രമക്കേടുകളാണെന്ന് കേൾക്കുന്നു. എന്താണെന്ന് അറിയില്ല. അല്പസമയത്തിനും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിന് എത്താൻ പോകുന്നു. നമ്മൾ വളരെ പെട്ടെന്ന് തിരികെ എത്തും. ഷോർട്ട് ബ്രേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.